തിരിച്ചു വന്ന വീട്ടുകാർക്ക്, തിരിച്ചു വന്നില്ലെങ്കിൽ കടലിൽ അത്രയും പോട്ട് മറിഞ്ഞു അങ്ങനെ പേടിച്ചിട്ട്. അപ്പം ഞാൻ ആ സമയത്ത് മറ്റേ കണ്ണൂരിന് നേരെ ഭയങ്കര കൂളിംഗ് ആട്ടോ, ഭയങ്കര എന്നോടൊക്കെ എത്ര മണിക്ക് വരാൻ പറഞ്ഞ സെറ്റല്ലേ പോലെ. ടോപ്പാണ് ഗ്ലാസ് പാട്ടാണ്.
വില എങ്ങനെ? വില എല്ലാത്തിനും പറയൂ. ആ മൂന്നായിരം അല്ലേ? ആ ആ ആ. ഈ ലോഡൊക്കെ എങ്ങട്ടാ? അടുത്തേക്ക് തന്നെ മലപ്പുറം. ഫ്രഷ് മീനൊക്കെ ഉണ്ടല്ലോ, ലൈവ് മീനൊക്കെ ഉണ്ട്. നല്ല പപ്പൻസ്, പപ്പൻസ്, ഇത് നെയ്മീൻ, പപ്പൻസ്, ഇത് നെയ്മീൻ മോത, ഇത് തിണ്ട, ഇത് പൂമീൻ, അത് പപ്പൻസ് കണക്ക്. നല്ല പുന്നാല മീനാണ്. അക്കുണ്ട്. മീനൊക്കെ കഴിഞ്ഞു പോയി. രാവിലെ 4 മണിക്ക് തുടങ്ങും ഇവിടെ. അത് കഴിഞ്ഞാൽ ഒരു പപ്പൻസിന് 200 വിറ്റ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വില കുറക്കാം. ഹോൾസെയിൽ റേറ്റിനാണ് 170 ഉറപ്പൊക്കെ. കച്ചവടക്കാർക്ക് കൊടുക്കുന്ന റേറ്റിന് തരും മീൻ. ഇത് 350, ഇത് 250, കുഞ്ഞാലി മീൻ 350, ഇത് 200. ഒരുപാട് മീനുണ്ടായി. മീനൊക്കെ കഴിഞ്ഞു. അയക്കൂറൊക്കെ ഉണ്ടായി. ഇവിടുന്ന് മീനൊക്കെ എങ്ങോട്ടൊക്കെ പോണേ? ഇവിടുന്ന് ഓരോ പാർട്ടി എടുത്തുകൊണ്ടോണം. മീൻ കച്ചവടക്കാരൊക്കെ പല ഭാഗത്തും കൊണ്ടുപോകും. പുറത്തേക്ക് ഇവിടുന്ന് വരുന്ന സാധനങ്ങളൊക്കെ പോണില്ല. എല്ലാ മാർക്കറ്റിലൊക്കെ പോകുമല്ലോ മീനൊക്കെ. അത് 350 കൊടുക്കും. ആ നെയ്മീൻ. അപ്പൊ മതിയോ? തൂക്കണം. ഇത് ഭൂമീൻ 200 രൂപ. എത്ര മണിയാകുമ്പോ ബോട്ടൊക്കെ വരും? ബോട്ടുകാര് അതിന് കണക്കൊന്നുമില്ല. ഒരു പണി കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആകുമ്പോ വന്ന് കയറും. വൈകിട്ട് കയറും. രാവിലെ ഇവിടെ വൈകിട്ട് എത്തും. വൈകിട്ട് രാത്രി ആയിട്ട് കയറും. 4 മണി 4 ആകുമ്പോ ഇവിടെ മീൻ ഇറക്കും. രാവിലെ അത് വൈകുന്നേരം? രാവിലെ. വൈകുന്നേരം മീൻ ഇറക്കില്ല. വൈകുന്നേരം പിന്നെ നിങ്ങൾക്ക് വന്നാൽ ലൈവ് മീൻ കാണാം. ചൂണ്ട മീൻ, ഫ്രഷ് മീൻ കാണാം. തോണിക്കാർ ചെറിയ മീൻ കൊണ്ടുവരും. അയക്കൂറ പപ്പൻസ് അങ്ങനത്തെ മീൻ കൊണ്ടുവരും. വലിയ മീൻ. വൈകുന്നേരം വരില്ല. വൈകുന്നേരം ഒരു പണി ഉച്ചയാകുമ്പോ കയറും. അങ്ങനെ അളവിനുള്ള മീനൊക്കെ ഉച്ചക്കൊക്കെ വിട്ടു. ഇവിടെ മെയിൻ ആയിട്ടുള്ള കച്ചവടം രാവിലെ 4 മണി മുതൽ തുടങ്ങും. 4 മണി മുതൽ തുടങ്ങി. അപ്പൊ കിലോ എത്ര ഉണ്ടാവും? 1 കിലോ എത്ര കിലോ ഉണ്ടാവും? 5 കിലോ. ഇന്നിപ്പോ ഇതുണ്ടോ? മീനൊക്കെ ഉണ്ടോ ഇന്ന്? ആവൂലിപ്പോ നമ്മളെ നാട്ടിലില്ലേ? അത് കേട്ടാ ഇത് ആയിക്കോട്ടെ. ഇത് നെയ്മീന്, അത് ആവും, അത് വില കുറേ തുടങ്ങി. കടമ്പില്ലുണ്ട്.
പേരെന്ത്? വെരി ക്ലൈസ്. ഏത് ബോട്ടായി? എന്റെ ബോട്ടിന്റെ പേര് ഡ്രീംസ്, മോഡലിന്റെ പേര് ഗരി. ഇത് പോയിട്ടോ? നമ്മള് ഒരു 4-5 ദിവസം മുമ്പ് കടലിൽ പോയി. ഒരു 6 ദിവസം കടലിൽ കിടന്ന് പണിയെടുത്തിട്ട് ഇപ്പൊ ഹാർബറിൽ മീൻ കച്ചവടാക്കി. ഏതൊക്കെ ടൈപ്പ് കിട്ടി? മീൻ പല ടൈപ്പ് മീനുണ്ട്. അയിലുണ്ട്, തളയനുണ്ട്, കൂന്തയുണ്ട്, കണവയുണ്ട്, കടുകപ്പാലുണ്ട്, പലതരപ്പെട്ട മീനുകളുണ്ട്. ശരിക്കും എത്ര പേരെ നമ്മളിതില് സാധാരണ പോണ ഒരു 12 പേരാണ്. പിന്നെ ആള് കൂടുതൽ വരുമ്പോ ഒരു 16 ആള് 15 ആൾ അങ്ങനെയൊക്കെ പോകും. ആള് കുറഞ്ഞു പോകുമ്പോ ഒരു 10 ആളെങ്കിലും മാക്സിമം ഇതില് 11 ആള് കടലിൽ പോകാൻ പറ്റില്ല. ആള് കൂടുതലുണ്ടെങ്കിൽ പ്രശ്നമില്ല. 11 ആളില്ലാതെ കടലിലേക്ക് പോകാൻ പറ്റും. നിങ്ങളെ ഉക്ക് മാത്രമാണ് ഏതൊക്കെ ഉപയോഗിക്കല്? നമ്മൾ ഈ വലയാണ് മറ്റേ ഉക്ക് അതിന് വേറെ സിസ്റ്റം നമ്മളുണ്ട്. അതിന് ഈ സൈഡിലൊക്കെ ലൈറ്റ് കെട്ടും. നമ്മളിതാ വെച്ചിരിക്കുന്നില്ല, ഇതിലൊക്കെ ലൈറ്റ് കെട്ടിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ സൈഡിൽ മൊത്തം ലൈറ്റ് കെട്ടും. ഒരു 10-50-100 ട്യൂബ് കെട്ടി വെക്കും. എന്നിട്ട് ഈ വെളിച്ചത്തിൽ മീൻ വരും. ആ സമയത്താണ് ഈ ഊക്കിട്ട് മീൻ. ശരിക്കും എത്ര കിലോമീറ്റർ പോകണം? കിലോമീറ്റർ പണിയനുസരിച്ച് ഞാൻ കൂടുതൽ ദൂരമായിട്ട് പോകുന്നത് ഒരു 600 കിലോമീറ്റർ ഞാൻ 600 ദൂരമായിട്ട് പോയത്. ഒരു 3 ദിവസം അവിടെ നിൽക്കുവാണ് അവിടെ മറ്റേ 600 കിലോമീറ്ററിന്റെ അവിടെ പണിക്ക് പോകുമ്പോ 17 ദിവസം 18 ദിവസമൊക്കെ ആകും. ഇവിടെ അങ്ങനെയൊക്കെ ആവും ആ ഊക്കിന് പോണതേ. ഡീസലൊക്കെ അത്ര ഡീസൽ എന്ന് പറയാൻ മറ്റേ പണിക്ക് പോകുമ്പോ ഡീസൽ ലേശം കുറവായിരിക്കും. ഈ വലയിട്ട് നമ്മള് വലിച്ചോണ്ട് പോകുമ്പോ ഡീസൽ കൂടുന്നു. മറ്റേ ഊക്കിന് പോകുമ്പോ എഞ്ചിൻ ഓഫ് ആക്കിയിടലാണ്. നമ്മളൊരു സ്പോട്ടിൽ ചെന്ന എഞ്ചിൻ ഓഫ് ആക്കിയിട്ടാണ് ഈ ഊക്ക് ഇടുന്നത്. മറ്റേ വല അങ്ങനെയല്ല, ഫുള്ളിങ്ങനെ വല്ല എഞ്ചിന് ഫുള്ള് റണ്ണിങ്ങിലായിരിക്കും. ആ സമയത്ത് ഡീസൽ കൂടുതൽ പോകും. ഒരു ദിവസം ഡീസൽ പോണത് 600 ഡീസൽ ഒരു ദിവസം ചിലവാകും. ഈ വലക്ക് പോയാൽ വലപ്പണിക്ക് പോയാൽ 600 ഡീസൽ ചിലവാകും. മറ്റേ ഊക്കിന് പോകുമ്പോ 100-150 അങ്ങനെയൊക്കെ ആകും. നമ്മളിപ്പോ കപ്പാസിറ്റി ഉള്ള ഒരു 6000 ഡീസൽ നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഒരു 17 ലിറ്റർ വെള്ളമുണ്ട്. അത്രയും സ്റ്റോറേജ് സ്റ്റോർ ഇതാക്കിട്ട് പോകും. ഭക്ഷണം ഭക്ഷണം നമ്മള് സാധാരണ വീട്ടിൽ കഴിക്കണ ഭക്ഷണം തന്നെ. ഒരു 25,000 സാധനം. പിന്നെ മറ്റേ ബേക്കറി നിന്നൊക്കെ കുറച്ച് അതൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കോട്ടോ. എന്താ വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് അതെടുത്ത് കഴിക്കല്ല. എന്തെങ്കിലും ഇങ്ങനെ പെട്ടുപോയ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അതായത് ഇങ്ങനെ കാലാവസ്ഥ മാറിയിട്ട് ഞാൻ പെട്ടുപോയ ഒരു അവസരം ഉണ്ടായിരുന്നു. ഞാൻ പണിയെടുത്തുകൊണ്ട് കിടക്കണ സമയത്ത് കാറ്റും കോളും പെട്ടെന്നൊന്ന് പിടിച്ചപ്പോ എന്റെ ബോട്ട് തിരമാലിൽ നല്ലോണം കുറെ ആൾക്കാരുണ്ടായിരുന്നു അന്ന്. എല്ലാം ഒന്നാണ്. ഇപ്പുറത്തെ സിൻഡെക്സ് ഇല്ലേ, ബോട്ടിങ്ങോട്ട് പൊക്കി അടിച്ചിട്ട് ഇപ്പുറത്തെ സിൻഡെക്സിൽ ഒന്ന് അടിച്ചിട്ട് ഇത് പൊട്ടി അതും പൊട്ടി. ഇതിപ്പോ വേറെയാണ് വാങ്ങിച്ചു വെച്ചേക്കണം. ഇത്രയും ബോട്ട് മറിഞ്ഞു. ഇങ്ങനെ പേടിച്ചിട്ട് അപ്പൊ ഞാൻ ആ സമയത്ത് മറ്റേ കണ്ണൂരിന് നേരെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരെ കണ്ണൂരിലേക്ക് ഓടിപ്പോയി. ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, ഇത്രയും തിരമാല കൂടുതലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ദൂരം അവിടെയാണ് കുറവ്. അല്ല ഇതൊക്കെ അടിച്ച് പൊട്ടിയപ്പോ എന്ത് ചെയ്ത്? അത് വെച്ച് പോയോ? പൊട്ടിയപ്പോ ഇത് പോകുന്ന ലെവലാക്കി നമ്മള് ലെവലാക്കിയിട്ട് ഓടി. എങ്ങനെങ്കിലും ജീവൻ രക്ഷപ്പെട്ടേ. അങ്ങനത്തെ രീതിയിൽ അവിടെ കണ്ണൂരിൽ പോയി കരയില്. കൺട്രോൾ റൂം അങ്ങനെ എന്തെങ്കിലും അറിയിക്കും? അപകടങ്ങളുണ്ട് ഇവിടെ അറിയിക്കും. ഇപ്പൊ നമ്മള് ഒരു 6-7 ദിവസത്തിന് മുമ്പ് നമ്മളെ ഇവിടത്തെ ബോട്ട് തന്നെ ഒരാള് വെള്ളത്തിൽ പോയി മരിച്ചു. ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ബോഡിനെ തെരഞ്ഞിട്ട് ഞങ്ങൾ ഒരു 5-6 ദിവസം കടലിൽ കിടന്ന് അന്വേഷിച്ചു. തെരഞ്ഞിട്ട് ബോഡി കിട്ടിയില്ല. അത് ഭയങ്കര പ്രശ്നമായി. ഗവൺമെന്റ് ഫിഷറീസ് ആണ്. അതൊക്കെ ഇങ്ങനെ അപകടം ഉണ്ടായപ്പോ നമുക്ക് അറിയിപ്പ് കൊടുത്താൽ അവര് വരും. അപകടം എന്ന് പറഞ്ഞാൽ കാറ്റും കോളും അങ്ങനത്തെ സമയത്ത് അവര് വരില്ല. ഇഞ്ചുറി അങ്ങനത്തെ വല്ല പരിക്ക് പറ്റിയാലോ അല്ലെങ്കിൽ അവരും കാലാവസ്ഥ നോക്കണേ. നമുക്ക് പണിയെടുക്കാൻ പറ്റാ. നമുക്ക് വലിയ സാധനമാണ്, ഏറ്റവും ചെറുതാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ആൾക്ക് എന്തെങ്കിലും ഒരു അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റുക അങ്ങനെ നമുക്ക് വരാൻ നമുക്ക് റണ്ണിങ് കുറവാണ്. മറ്റൊരിക്കൽ നല്ല സ്പീഡ് റണ്ണിങ് ആണ്. അപ്പൊ അന്നേരം ഒരു അറിയിപ്പ് കൊടുത്താൽ അവർ പെട്ടെന്ന് ആളെ രക്ഷപ്പെടും. അങ്ങനത്തെ ഇതൊക്കെ അവർ ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പെട്ട് കഴിഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താൻ പറ്റും. അങ്ങനെ പെട്ടെന്നൊന്നും കഴിയൂല. നമ്മള് സ്വയം തന്നെ നമുക്ക് രക്ഷപ്പെടാൻ നോക്കണം. അല്ലാതെ നമ്മളെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു വിചാരിച്ചാൽ നമുക്ക് പോകും. നമുക്ക് ആ സ്പോട്ടിൽ നമ്മളെങ്ങനെ രക്ഷപ്പെടണം അതിനുള്ള ഐഡിയ ഒക്കെ നമുക്കൊക്കെ ചെയ്യണം. ഇപ്പൊ നടുക്കടലിൽ വിട്ട് കഴിഞ്ഞപ്പോ ഇത് നമുക്ക് സിഗ്നലൊന്നും കിട്ടിയില്ലെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് എങ്ങനെ അറിയാം? അതിന് നമുക്ക് ഒരു കോമ്പസ് ഉണ്ട്. അത് വെച്ചിട്ട് ഇത് ഈ ഭാഗത്താണെന്നുള്ളത് നമുക്കറിയാലോ. ആ ഭാഗത്തേക്ക് നമ്മള് അങ്ങനെ പോകും. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് കടലിൽ. ശരിക്കും പറഞ്ഞാൽ ജീവൻ പണയം വെച്ച് പോണ ഒരു പണിയാണ് കടൽ പണി. തിരിച്ചു വന്ന വീട്ടുകാർക്ക്
തിരിച്ചു വന്നില്ലെങ്കിൽ കടൽ. അതന്നെ നമ്മുടെ ജീവിതം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ വിദ്യാഭ്യാസം ഇല്ല, നമ്മള് സ്കൂളിലൊന്നും പോയിട്ടില്ല. അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് സ്കൂളിൽ പോയിട്ടില്ല, അത് സ്വയം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ പോയിട്ട് നമ്മൾ ഈ നമ്മള് പണി അറിവ് നേടുന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് സ്കൂളിലൊന്നും ഞങ്ങളെ പോയിട്ടില്ല. കാട്ടി അറിവ് നിങ്ങൾക്ക് ഉണ്ടാവും. ഉണ്ടാവും. നമ്മൾ ഈ പല പണി, കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളെ പണിയിൽ നിങ്ങൾക്ക് അത് ഉണ്ടാവും. നമുക്കൊരു എക്സ്പീരിയൻസ്, നമ്മൾ ഈ പണിയിൽ ഇറങ്ങിയിട്ട് ഒരു എക്സ്പീരിയൻസ്. അപ്പൊ നമ്മള് സ്കൂളിലൊന്നും പോയി നമ്മൾ പഠിത്തങ്ങൾ കുറവാണ്. നമ്മൾ കടപ്പുറത്ത് അങ്ങനെ ആയിരുന്നു ഫസ്റ്റ്. ഞാൻ ചെറുപ്പത്തിൽ 14 വയസ്സിൽ ഞാൻ കടലിൽ ഇറങ്ങിയതാണ്. ഇത് ചെയ്യാൻ ഭയങ്കര ധൈര്യമാണ്. ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അച്ഛന്മാര് ഇത് പരമ്പരയായിട്ടുള്ള പണിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് വിഷയമല്ല. ഇപ്പൊ ഇതിനേക്കാളും കഷ്ടമുള്ള പണി എന്തൊക്കെ പണിയുണ്ട്. അതെ അതെ. അപ്പൊ നമ്മൾ എടുക്കുന്ന പണി നമുക്ക് കഷ്ടമായിട്ട് തോന്നുള്ളൂ, മറ്റുള്ള പണി ഈസി ആയിട്ട് തോന്നും. പക്ഷെ ആ പണി നമ്മൾ ചെയ്യുമ്പോ അത് കഷ്ടമായിട്ട് തോന്നും. അത് തന്നെ എല്ലാവർക്കും. പക്ഷെ ഇതെന്ന് പറയുമ്പോ എന്താണെന്നറിയോ, പിന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷം എന്ന് പറയാം, എത്ര കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കില്ല. കടലിൽ പോയി മീൻ കിട്ടുന്നതനുസരിച്ച് നമുക്ക് പൈസ കിട്ടും. ചില സമയത്ത് ഒരു ദിവസത്തിൽ തന്നെ 10,000 രൂപ കിട്ടും. ചിലപ്പോ ഒരു മാസം പണിയെടുത്ത 10,000 കിട്ടൂല. ശമ്പളമല്ല, നമ്മള് കടലിൽ നിന്ന് കിട്ടുന്നതനുസരിച്ചിട്ടാണ് നമ്മള് ഈ ഡീസല് ഇതൊക്കെ എല്ലാം കഴിച്ചിട്ട് ബാക്കി വന്നാ നമുക്ക് മുതലാളിമാരെന്തെങ്കിലും തരും. മീന് ജാസ്തി ഉണ്ടെങ്കിൽ ജാസ്തി കിട്ടും. ഒരു ദിവസം ഇങ്ങനെ പോയി വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ഉണ്ടോ? റെസ്റ്റ് നമ്മുടെ ഇഷ്ടം തന്നെ. നമുക്ക് ഒരു ദിവസം റെസ്റ്റ്. ഇപ്പൊ ഇന്നലെ ഞാൻ കരക്ക് വന്നു, അപ്പൊ ഇന്നലെ റെസ്റ്റ്. ഇന്ന് മീൻ കൊടുത്തു, ഇന്ന് ഫുള്ള് റെസ്റ്റ്. ഇന്ന് രാത്രി പണിക്കും. കടലിൽ ഫുൾ ടൈം പണിയൊന്നുമില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറത്തെ പണി ഉണ്ടാവും, പിന്നെ ഒരു 2 മണിക്കൂർ റെസ്റ്റ്. ട്രോളിങ്ങിന്റെ സമയത്തൊക്കെ എന്ത് ചെയ്യാം? ട്രോളിങ്ങിന്റെ സമയത്ത് നാട്ടില് പോയിട്ട് അവിടെ മറ്റേ ചെറിയ തടിയൊക്കെ ഇല്ലേ, ചെറിയ തോണി, അതിലൊക്കെ പണിക്കും. നമ്മളെ വീട്ടിലൊക്കെ സന്തോഷം, എല്ലാരും സന്തോഷം. പിന്നെ കുടുംബത്തില് നമുക്ക് നിന്ന് ജീവിക്കാൻ പറ്റണില്ലെന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. വേറെ അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 മാസം കഴിഞ്ഞാൽ നാട്ടിൽ പോകും. പിന്നെ ഒരു 4 ദിവസം 5 ദിവസം വീട്ടിലിരിക്കും. പിന്നെ റിട്ടേൺ ഇങ്ങോട്ട് വരും. പിന്നെ ക്രിസ്മസിന് നാട്ടിൽ പോകും. പിന്നെ ഈസ്റ്ററിന് നാട്ടിൽ പോകും. ഒരു മാസം എത്ര ദിവസം വീട്ടിലുണ്ടാവും? ഒരു മാസത്തിൽ 2 മാസം കഴിഞ്ഞാൽ ഒരു 5 ദിവസം വീട്ടിലേക്ക് പോകും. ദൈവം വന്നിട്ട് 3 മാസമായി. ഇപ്പോഴാണ് ഇതാ നാട്ടിൽ പോകാൻ പോണത്. ഇത് ഈ ബോട്ടിന്റെ ഓണറാണ്, പാർട്ട്ണർ. റെഡി അല്ലേ? ഇത്രയും കാര്യങ്ങൾ വളരെ ഉഷാറായി. താങ്ക് യു സോ മച്ച്. ഇവിടെയാണ് നമ്മൾ പിടിക്കുന്ന മീനുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ ഐസ് ഇട്ടിട്ടാണ് ഇവിടെ മീൻ സ്റ്റോർ ചെയ്യുന്നത്. ഭയങ്കര കൂളിംഗ് ആണോ? ഐസ് ഇട്ടിട്ടില്ല ഇവിടെ. ഐസ് ഉണ്ട്, ചെറുതായിട്ട് കുറച്ചുള്ളൂ. രാത്രിയാണ് പോകുന്നത്. രാത്രി ഒക്കെ ആകുമ്പോൾ ഐസ് കഴിച്ചുള്ളതാണ്.